ശേഷം എൻ്റെ അമ്മയുടെ അയൽവാസി ഉണ്ട് ഒരാൾ, അത് തോമക്കുട്ടി എന്ന് പറയും. അയാളൊരു കലാകാരനാണ്. അയാൾ ഡാൻസ് ചെയ്യും, കോമഡി ചെയ്യും. അത് എങ്ങനെയാണ് ഡാൻസ് ചെയ്യണതെന്ന് വെച്ചാൽ, അന്നൊക്കെ നമ്മൾ ഹിന്ദി പടത്തിൽ ഹിന്ദി പാട്ട് വരൂലേ, ആ ഹിന്ദി പാട്ട് മലയാളത്തിൽ വരുമല്ലോ. മലയാളത്തിൽ വരുമ്പോൾ അത് ഈ തോമക്കുട്ടി എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാക്കിയിട്ട് അയാൾ അത് കമ്പോസ് ചെയ്യും. തോമക്കുട്ടി ഏട്ടൻ അമ്മനോട് ചോദിച്ചു, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ റോഡ് പണിക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാ സ്കൂൾ വിട്ടതിൻ്റെ ശേഷം, സ്കൂൾ 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ജീവിക്കാൻ മാർഗമില്ലാത്തത് 4ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പണിക്ക് പോകാൻ തുടങ്ങി. അപ്പോഴാ തോമക്കുട്ടിയേട്ടൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പ്രായത്തിൽ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ഒരു മോളുണ്ട്, സെലീന. ഞാനും അവള് 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 പേരും ഉണ്ട് ജോലിക്ക്. അപ്പോൾ തോമക്കുട്ടിയേട്ടൻ പറഞ്ഞു, എൻ്റെ അന്നമ്മ എന്തിനാ ഇപ്പം കുട്ടികളെ നീ ഇങ്ങനെ ചെയ്യണേ, നീ ഒരു കലാകാരിയല്ലേ, ഞങ്ങളെന്തെങ്കിലും എൻ്റെ കൂടെ പറഞ്ഞാച്ച് ഒരു ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെട്ട ജോലിക്ക് പോകണ്ടല്ലോ എന്ന്. അമ്മയുടെ നിർബന്ധം കൊണ്ട് ഞങ്ങളെ 2 പേരെ തോമക്കുട്ടിയേട്ടൻ്റെ ശിഷ്യത്തികളാക്കി ഞങ്ങൾ. അപ്പോൾ ഡാൻസ് ഈ ഹിന്ദി പാട്ടിൻ്റെ മലയാളമായിട്ട് തർജ്ജമ ചെയ്തിട്ട് അത് ആ പാട്ടുകളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെയാണ് ഞങ്ങൾ സർക്കസ് കമ്പനിയിൽ ഡാൻസിന് ചെയ്യാൻ പോയി തുടങ്ങിയത്. മനസ്സിലായ? അങ്ങനെയാണ് കലാരംഗത്തേക്ക് കലാരംഗത്ത് ആദ്യം ഡാൻസിലാണ് ഇറങ്ങിയത്. ആദ്യം ഡാൻസിൽ ഇറങ്ങി. ഡാൻസ് ഇറങ്ങിയിട്ട് 2 രൂപ 1 രൂപ ഒക്കെയാണ് അന്നത്തെ ഇത്.